ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം 45-ാം സർഗം. വാനര സന്നാഹം. സർവാംശാഹൂയ സുഗ്രീവപ്ലവകാൻ പ്ലവകർഷഭ സമസ്താംശാബ്രവീദ് രാജാ രാമകാര്യാർത്ഥസിദ്ധയേ. വാനര രാജാവായ സുഗ്രീവൻ വാനരന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി രാമകാര്യം നിറവേറ്റാൻ നിയോഗിച്ചു. ലക്ഷക്കണക്കിന് വാനരവീരന്മാരെ സേനാനായകന്മാരോടുകൂടി 4 ദിശയിലേക്കും സീതാന്വേഷണത്തിനായി പോകാൻ നിയോഗിച്ചു. രാമപത്നിയായ സീതയെയും രാവണാവാസ സ്ഥാനവും അറിഞ്ഞ് 1 മാസത്തിനകം എല്ലാവരും തിരിച്ചെത്തണം എന്നാണ് നിയോഗം. കാര്യം സാധിക്കാതെ 1 മാസം കഴിഞ്ഞ് വരുന്നവർക്ക് വധശിക്ഷയുമാണ് വിധിച്ചത്. സ്വാമിയുടെ ആ ഉഗ്രശാസനം ഉൾക്കൊണ്ട് ഹരിപുങ്കവന്മാർ ശലഭങ്ങളെ പോലെ ഭൂമിയെ മൂടിക്കൊണ്ട് പുറപ്പെട്ടു. സീതാപ്രാപ്തിക്ക് നിശ്ചയിച്ച 1 മാസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോടൊത്ത് ആ പ്രസ്രവണഗിരിയിൽ വസിച്ചു. വാനരശ്രേഷ്ഠന്മാരായ നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ സുഗ്രീവന്റെ കൽപ്പന നിർവഹിച്ചുകൊണ്ട് അവരെല്ലാവരും ഓരോ ദിശയിലേക്കും പുറപ്പെട്ടു. വീരവാനരനായ ശതബലി പർവ്വതാവൃതവും രമ്യവുമായ ഉത്തരദിക്കിലേക്ക് പുറപ്പെട്ടു. വിനതൻ എന്ന കപിയൂഥപൻ കിഴക്കോട്ട് പുറപ്പെട്ടു. താരൻ, അങ്കദൻ മുതലായവരോടൊപ്പം പവനപുത്രനായ വാനരൻ, അതായത് ഹനുമാൻ, അഗസ്ത്യൻ വാഴുന്ന ദക്ഷിണ ദിക്കിലേക്കും യാത്ര തിരിച്ചു. പശ്ചിമാം ച ദിശം ഘോരാം സുഷേണപ്ലവകേശ്വര പ്രതസ്തേ ഹരിശാർദൂലോ ദിശം വരുണപാലിതാം. വരുണൻ പാലിക്കുന്ന രക്ഷിക്കപ്പെടുന്ന പടിഞ്ഞാറ് ദിക്കിലേക്ക് വാനരശ്രേഷ്ഠനായ സുഷേണൻ, സുഗ്രീവന്റെ ശ്വശുരനുമാണ്, താരയുടെ പിതാവുമാണ്. ആ സുഷേണൻ പടിഞ്ഞാറ് ദിശയിലേക്ക് തൻ്റെ സേനയോടൊപ്പം യാത്ര ചെയ്തു. തതസ്സർവാദിശോ രാജാ ചോദയിത്വാ യഥാ തഥം കപിസേനാപതിർവീര്യോ മുമോദ സുഖിത സുഖം. എല്ലാവരെയും 4 ദിക്കിലേക്കും വേണ്ട പോലെ പറഞ്ഞയച്ചിട്ട് ആ വാനര രാജാവായ സുഗ്രീവൻ സാമോദത്തോടുകൂടി സുഖിച്ചിരുന്നു. ഏവം സംചോദിതാ സർവേ രാജ്ഞാ വാനരയൂഥപ സ്വാം സ്വാം ദിശമഭിപ്രേത്യ ത്വരിതാ സംപ്രതസ്ഥിരേ. രാജാവ് ഇങ്ങനെ നിയോഗിച്ച അഭിയൂതപന്മാരെല്ലാവരും അവരവരുടെ ദിശകളിലേക്ക് അതിവേഗം പുറപ്പെട്ടു. നദന്തശ്ചോന്നദന്തശ്ച ഗർജന്തശ്ച പ്ലവം ഗമാ ഷോഡന്തോ ധാവമാനാശ്ച വിനദന്തോ മഹാബലാ. നദന്തശ്ച ഉന്നദന്തശ്ച ഗർജന്തശ്ച പ്ലവം ഗമാ ഷ്വേഡന്തോ ധാവമാനാശ്ച വിനദന്തോ മഹാബല.
ശക്തിശാലികളായ ആ വലിമുഖന്മാർ ഒച്ചയെടുത്തും ആർത്തു വിളിച്ചും അട്ടഹസിച്ചും ഓടിയും ചാടിയും കൊണ്ട് യാത്ര ചെയ്തു. ഏവം സഞ്ചോദിതാ സർവേ രാജ്ഞാവാനരയൂഥപാ ആനയിഷ്യാമ്യഹേ സീതാം ഹനിഷ്യാമശ്ച രാവണം അഹമേകോ വധിഷ്യാമി പ്രാപ്തം രാവണമാഹവേ തതശ്ചോന്മത്യ സഹസാ ഹരിഷ്യേ ജനകാത്മജാം വേപമാനം ശ്രമേണാദ്യ ഭവൽഭിസ്തീയതാമിതി ഏക ഏവാ ഹരിഷ്യാമി പാതാളാദപി ജാനകിം വിധമിഷ്യാമ്യഹം വൃക്ഷാൻ ധാരയിഷ്യാമ്യഹം ഗിരീൻ ധരണിം ധാരയിഷ്യാമി ക്ഷോഭയിഷ്യാമി സാഗരാൻ അഹം യോജനസംഖ്യായ പ്ലവേയം നാത്ര സംശയ ശതയോജനസംഖ്യായ ശതം സമധികം ഹ്യഹം ഭൂതലേ സാഗരേ വാപി ശൈലേഷു ച വനേഷു ച പാതാളസ്യാപി വാ മധ്യേ ന മമാച്ഛിദ്യതേ ഗതി ഇത്യേകൈകസ്തഥാ തത്ര വാനരാ ബലദർപ്പിതാ ഊചുശ്ച വചനം തസ്യ ഹരിരാജസ്യ സന്നിധൗ. രാജാവ് ഇങ്ങനെ നിയോഗിച്ച ആ വാനര നായകന്മാരെല്ലാം ഏണി പറഞ്ഞു. അവരവരുടെ വീര്യം പ്രകടിപ്പിക്കുമാറ് വീരവാദം മുഴക്കാണ്. എന്താണ്? ഇങ്ങനെ രാജാവ് നിയോഗിച്ച വാനരന്മാരെല്ലാം തങ്ങളുടെ വീര്യവും ബലവും പ്രകടിപ്പിക്കാനായി വീരവാദം മുഴക്കി. ഞാൻ രാവണനെ വധിച്ച് സീതയെ കൊണ്ടുവരാം. ഒരാൾ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോരിൽ രാവണനെ നിഹനിച്ച് പെട്ടെന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുവരാം. വേറൊരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുവിൻ, പാതാളത്തിൽ നിന്ന് പോലും വാടി വിറകൊള്ളുന്ന സീതയെ ഞാൻ തനിയെ കൊണ്ടുവരാം എന്നൊരാൾ പറഞ്ഞു. ഞാൻ വൃക്ഷങ്ങളെ കാറ്റിൽ പറത്താം, പർവ്വതങ്ങളെ പൊടിക്കാം, ഭൂമി തന്നെ രണ്ടായി പിളർക്കാം, കടലുകളെ ക്ഷോഭിപ്പിക്കാം എന്നെല്ലാം വീരവാദം മുഴക്കി. ഞാൻ 100 യോജന ചാടിക്കടക്കാം, ഞാൻ അതിനേക്കാൾ കൂടുതൽ വരെ ചാടിക്കടക്കാം. ഭൂമിയിലോ സമുദ്രത്തിലോ പർവ്വതത്തിലോ വനത്തിലോ പാതാളത്തിന്റെ നടുവിലോ എൻ്റെ പോക്ക് തടയാൻ ആർക്കും കഴിയില്ല എന്നിങ്ങനെ ബലഗർവിതരായ ആ വാനരന്മാർ ഓരോരുത്തരും ആ വാനര രാജാവിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു. പിന്നീട് ആ വാനര വീരന്മാർ സുഗ്രീവന്റെ ആജ്ഞപ്രകാരം സീതാന്വേഷണത്തിനായി 4 ദിശകളിലേക്കും വളരെ ഉത്സാഹത്തോടെ യാത്ര തുടങ്ങി. രാമലക്ഷ്മണന്മാർ ആ പ്രസ്രവണ പർവ്വതത്തിലെ 1 മാസത്തെ അവധിയും കാത്തിരുന്നു. സീതയുടെ വൃത്താന്തം അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രീരാമൻ ആ കിഷ്കിന്ധയിൽ അങ്ങനെ കഴിയാണ്. ആ സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നതും ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ. ഇങ്ങനെ കഴിയുന്ന സമയത്താണ് ശ്രീരാമൻ കിഷ്കിന്ധയിൽ ഇങ്ങനെ വസിക്കുന്ന ആ സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നത്, ശ്രീരാമനെ ആശ്വസിപ്പിച്ചത്. ആപത്തുകളെ തരണം ചെയ്യാനായി, ശത്രുക്കളെ ജയിക്കാനായി ജഗദംബികയെ ഭജിക്കാനായിട്ട് മഹർഷി ഉപദേശിച്ചു. ശ്രീരാമൻ കിഷ്കിന്ധയിൽ വെച്ച് നവരാത്ര വ്രതം അനുഷ്ഠിച്ച് അമ്പായജ്ഞം നടത്തി. നാരദ മഹർഷിയാണ് അത് നടത്തിക്കൊടുത്തത്. ദേവി ആ യജ്ഞാവസാനത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് രാമന് വരങ്ങൾ നൽകിയതും ആ അനുഗ്രഹത്താൽ ശ്രീരാമൻ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തു എന്നും ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും ആ ദേവിയുടെയും ശ്രീരാമന്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമനെ ശരണം, സഹോദര ലക്ഷ്മണനെ ശരണം, സംഗമേശ ശരണം, പായമേൽ ശത്രുഘ്നനെ ശരണം. ശ്രീരാമമന്ത്രം ജപിക്കാൻ കഴിയണം, ശ്രീരാമവിഗ്രഹം കാണാൻ കഴിയണം. ശ്രീരാമനാമം ജപിക്കുന്ന നേരത്ത്
ശ്രീരാമദേവനെ കാണാൻ കഴിയണം. ശ്രീരാമമന്ത്രം ജപിക്കാൻ കഴിയണം. ശ്രീരാമവിഗ്രഹം കാണാൻ കഴിയണം. സീതാപതേസ്തവം കേൾക്കാൻ കഴിയണം. ശ്രീഹനുമൽ സ്തുതി ചെയ്യാൻ കഴിയണം. മാരുതി വാൽമീകി എന്നിവർ വാഴ്ത്തിയ ചാരുതിരുമേനി കാണാൻ കഴിയണം. ശ്രീരാമനാമം ജപിക്കാൻ കഴിയണം. ശ്രീരാമവിഗ്രഹം കാണാൻ കഴിയണം. ശ്രീരാമനാമം ജപിക്കുന്ന നേരത്ത് ശ്രീരാമദേവനെ കാണാൻ കഴിയണം. മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം മധുസൂദന മംഗളം പുണ്ടരീകാക്ഷ മംഗളം ഗരുഡധ്വജ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ധർമ്മേണ മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.